ഹലോ ഗായ്സ്. ഓരോ ദിവസം എന്ത് പെട്ടെന്നാലേ പോകുന്നത്. ദിവസങ്ങൾ പോകുന്നത് അറിയുന്നേ ഇല്ല. വീട്ടിലിരുന്ന് പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നോണ്ടായിരിക്കാം ഓരോ ദിവസവും പ്രത്യേകിച്ച് ഒന്നും നമുക്ക് തോന്നുന്നില്ല കേട്ടാ. രാവിലെ എണീറ്റതേ ഞാൻ എൻ്റെ മുറ്റടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു കേട്ടാ. ഉണ്ണികൾക്ക് ആദ്യം കൊടുത്തു, പുട്ടും പഴമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു കേട്ടാ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി ഇവിടെ, അലക്കല്. ഉണ്ണികളുടെ ഉണ്ടാവും ഞങ്ങളുടെ ഉണ്ടാവും അത്യാവശ്യം നന്നായിട്ട് കേട്ടാ. അങ്ങനെ അലക്ക് പരിപാടി ഞാനും അമ്മയും മാറി മാറിയൊക്കെ അലക്കും. അമ്മ ഉള്ളപ്പോഴൊക്കെ അമ്മ അലക്കും, പിന്നെ ഞാൻ തന്നെയാണ് കേട്ടാ. ഞങ്ങൾ രണ്ടുപേരും മത്സരമാണ് ഇവിടെ അലക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അലക്കൊക്കെ കഴിഞ്ഞതേ വിരിച്ചൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് വിരിച്ചിടുമ്പോൾ ഇങ്ങനെ സെക്ഷൻ തിരിച്ചൊക്കെ വിരിച്ചിടാൻ ഭയങ്കര ഇഷ്ടാട്ടാ. മെഷീൻ ഉണ്ട് കേട്ടോ, മെഷീൻ അധികം യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടാ. വിരികളൊക്കെ ഇടും, ഡ്രസ്സുകൾ ഇടും, എന്നാലും കുറവേ ഉപയോഗിക്കാറുള്ളൂ കേട്ടാ മെഷീൻ. അത് കഴിഞ്ഞതേ ഫുഡിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഉച്ചക്കലത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഉറങ്ങി എണീറ്റപ്പോൾ പൊന്നൂൻ്റെ ഡാൻസ് ഉണ്ട്, അവരുടെ സ്കൂളിൻ്റെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ അമ്പലത്തിൽ ഇതേ ഞങ്ങൾ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞാനും യാമിയും ചേട്ടനും കൂടി മാത്രമാണ് പോയത്. ബാക്കി രണ്ടുപേരെയും കൊണ്ടുപോയില്ല, അവർക്കിനി വയ്യാണ്ടൊക്കെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് കൊണ്ടുപോകാൻ എന്താന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ പൊന്നുദേ സെൻറ്ററിൽ ഇരിക്കുന്നതാണ് പൊന്നുട്ടി കേട്ടോ. ഡാൻസ് നല്ല അടിപൊളി ഡാൻസുകളായിരുന്നു. പൊന്നുട്ടിയുടെ ഡാൻസ് കാണാനും നല്ല രസമായിരുന്നു. അതിൽ ചെറിയ ചെറിയ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള പരിപാടികളായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടിരിക്കാനൊക്കെ തോന്നുമായിരുന്നു. അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് എനിക്ക് ഡാൻസ് എന്ന് വെച്ചാൽ പണ്ടേ ഒരു വികാരമാണ് കേട്ടോ. ഡാൻസ് ചെറുതിലേ തൊട്ട് ഭയങ്കര ഇഷ്ടം. സ്കൂളിലായാലും എല്ലാവരും ഞാൻ കളിക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് പഠിക്കാൻ എനിക്ക് അങ്ങനെ പറ്റിയില്ല, പറ്റാന്ന് വെച്ചാൽ വിട്ടിരുന്നു. പിന്നെ ഞാൻ തന്നെ മടിച്ച് നിർത്തിയതായിരുന്നു കേട്ടോ. ഇപ്പം തോന്നുന്നു വന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഉണ്ണികൾ പഠിക്കുമ്പോൾ കൂടെ പഠിക്കണം. പൊന്നുട്ടി നല്ല സുന്ദരിയായിട്ടുണ്ട് അല്ലേ. ഇത് പൊന്നുട്ടി മണിക്കുട്ടി കേട്ടോ. ഇവിടുത്തെ വേറൊരു ജയന്തി എന്ന് പറഞ്ഞ ചേച്ചിയുടെ മോളാണേ. ഇത് അവരുടെ ഗ്രൂപ്പായിരുന്നു പൊന്നൂൻ്റെ ഒക്കെ. ഇത് ഞാനും യാമിയും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ എടുത്ത ഫോട്ടോ ആണ്. അവിടെ കടകളൊന്നും അധികം വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് 3 PP ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ രണ്ടാളവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കൊണ്ടു ചെന്നില്ലെങ്കിൽ വിഷമായോലോ എന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. പിന്നെ നൈറ്റ് അവിടെ ചെന്നപ്പോൾ ബിരിയാണി എൻ്റെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്.